നമസ്കാരം. കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ അടുത്ത പരീക്ഷ ഇപ്പം 16-ാം തീയതി ഖാദി എംഎൽഎ ഇൻഡസ്ട്രീസിൻ്റെ പരീക്ഷ വരാൻ പോകുന്നു. ബോർഡിൻ്റെ പരീക്ഷ ഇപ്പം 31-ാം തീയതി വരാൻ പോകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നലെ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് 25 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത്. അതിൻ്റെ ബാക്കിയായിട്ട് 26-ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ പറ്റി കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അതേപോലെ ചോദിക്കാം, സ്റ്റേറ്റ് SCU സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. CCU നമ്മൾ കണ്ടു സെക്ഷൻ 88 ആണ്. അതുപോലെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സെക്ഷൻ 89 പ്രകാരമാണ്. ഇനി ചിലപ്പോൾ ചോദിക്കും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എന്നാണ് നിലയിൽ വന്നത്? 69 ലോ വന്നു, നിയമം പാസ്സാക്കി. 70 മുതലാണ് 1970 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലയിൽ വന്നത്. അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന നിലയിൽ വന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ സർക്കിൾ വരുന്നതോറും ഓരോ താലൂക്കാണ് സർക്കിളിൻ്റെ ഏരിയ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു. പുതിയ സർക്കിൾ വരുന്ന താലൂക്ക് വരുന്നതനുസരിച്ച് സർക്കിൾ വരുമ്പോൾ അത് പല ഡേറ്റിലായിരിക്കും. പക്ഷേ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് 1970 അത് രണ്ടും ഓർത്തിരിക്കണം. സെക്ഷൻ ഏതാണ്, വന്ന വർഷം ഏതാണ്. അടുത്ത ചോദ്യം, 27-ാമത്തെ ചോദ്യം. ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് CCU കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. ഇതിനകത്ത് ഏതെങ്കിലും പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഭരണസമിതിയിൽ എത്ര അംഗങ്ങളുണ്ട്? അപ്പോൾ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കണം, ജനറൽ ബോഡി ഇല്ലാത്ത ഒരേ ഒരു സാധനമാണ് CCU. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ജനറൽ ബോഡി ഇല്ലാത്ത ഒരേ ഒരു സാധനം ഏതാണെന്ന് ചോദിക്കാം. അത് CCU ആണ്. സെക്ഷൻ 88 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് മാനേജിംഗ് കമ്മിറ്റിയിൽ? മാനേജിംഗ് കമ്മിറ്റി മാത്രമേ, അതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. റിപ്പീറ്റ് ചെയ്ത് ഇവയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 30 മെമ്പേഴ്സ്. 30 എന്ന് പറയാണ്ടി കാരണം നേരത്തെ 14 റെഡ്യൂസ്ഡ് ടു 13 ഫ്രം 14 ആസ് ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഒമിറ്റഡ് ഇൻ ദി KCS ആക്ട് അമെൻഡ്മെൻറ്റ് ആക്ട് ഓഫ് 2019. 2019 നമ്മൾ കണ്ടു. MS ശ്രീരാം കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 14 ജില്ലാ ബാങ്കിൽ മലപ്പുറം ജില്ലാ ബാങ്ക് ഒഴിച്ച് ബാക്കി 13 ജില്ലാ ബാങ്കും കേരള കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് അമാൽഗമേറ്റ് ചെയ്ത് കേരള ബാങ്ക് വന്നു. ചിലപ്പോൾ ചോദിക്കും, കേരള ബാങ്ക് എന്ന നിലയിൽ വന്നതെന്ന് ചോദിച്ചാൽ 29/11/2019 അപ്പം ജില്ലാ ബാങ്ക് ഇല്ലാതായപ്പം ജില്ലാ ബാങ്കിൻ്റെ പ്രതിനിധിയെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അതാണ് റെഡ്യൂസ്ഡ് ടു 13 ഫ്രം 14. അപ്പം ശ്രദ്ധിക്കണം, 14, 13, 15, 21 കാണും. 13 ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം, അപ്പോൾ CCUവിൻ്റെ പോലെ SCUവിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ചോദിക്കാം. അടുത്ത ചോദ്യം, 28-ാമത്തെ ചോദ്യം. ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് SCU സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പർ എന്ന് ചോദിച്ചാൽ അതിൽ മാറ്റമില്ല. നേരത്തെ 23 ഇപ്പോൾ 23. കാരണം ജില്ലാ ബാങ്കിൻ്റെ പ്രതിനിധിയെ CCU നിന്ന് ഒഴിവാക്കി. പക്ഷേ ജില്ലാ ബാങ്ക് അമാൽഗമേറ്റ് ചെയ്ത് കേരള ബാങ്ക് വന്നപ്പം കേരള ബാങ്കിൻ്റെ പ്രതിനിധിയെ ഇപ്പം 20 എന്ന് പറയാൻ കാരണം ബിക്കോസ് നോമിനി ഫ്രം ദി കേരള കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് വാസ് ഇൻക്ലൂഡഡ് ഇൻസ്റ്റഡ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ DCBക്ക് പകരം കേരള ബാങ്കിൻ്റെ പ്രതിനിധിയെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവിൻ്റെ പഴയ മാനേജിംഗ് കമ്മിറ്റി ആകുമ്പം തന്നെയാണ് 23 CCUവിൻ്റെ 14 13 കുറഞ്ഞു. ഓർമ്മയിലിരിക്കുക. അടുത്ത 29-ാമത്തെ ചോദ്യം. അതുപോലെ CCU നമ്മൾ പറഞ്ഞു, വിച്ച് ഓഫീസ് ഈസ് ഫങ്ഷനിങ് ആസ് ദി ഓഫീസ് ഓഫ് ദി CCU. CCUവിൻ്റെ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്ന ഏത് ഓഫീസാണ്? ഇപ്പോൾ നമ്മൾ കണ്ട് SCU സ്റ്റേറ്റ് കോപ്പറേറ്റീവിൻ്റെ യൂണിയൻ്റെ ഓഫീസ് ഏതാണെന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാന സഹകരണ ഭവനാണ്, തിരുവനന്തപുരം. പക്ഷേ ഓരോ താലൂക്ക് തോറുമാണ് CCU. അപ്പോൾ CCUവിൻ്റെ ഓഫീസ് ഏതാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു ഓഫീസായിട്ട് സെപ്പറേറ്റ് ഓഫീസില്ല. ആ താലൂക്കിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറലുടെ ഓഫീസാണ് സർക്കിൾ കോപ്പറേറ്റീവ്. ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത് ആ സർക്കിളിലെ അല്ലെങ്കിൽ ആ താലൂക്കിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറലിൻ്റെ ഓഫീസാണ്. അടുത്തത് 30-ാമത്തെ ചോദ്യം. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കേരള കോപ്പറേറ്റീവ് ബാങ്ക്. ഇപ്പോൾ നമ്മൾ കണ്ടു കേരള ബാങ്ക് വന്നു. അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം 21. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് സെക്ഷൻ 28(1)(a) പ്രകാരം പറയുന്നുണ്ട്. ഇത് മാക്സിമം ലിമിറ്റ് ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിനകത്ത് വിശദമായിട്ട് പിന്നീട് പറയാം. ഇപ്പം 21 അതിനകത്ത് മാറ്റമില്ല. അതായത് 15 in the case of primary societies and 21 in the case of other societies ആണ് മാക്സിമം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞത്. ഇതൊരു അപ്പെക്സ് അംഗമാണ് കേരള ബാങ്ക്. അപ്പം
21 ഉത്തരം. അടുത്തത് 31ാമത്തെ ചോദ്യം. ആൻ ഓഫീസർ ഹു ഈസ് അപ്പോയിൻറ്റഡ് ടു വൈൻഡ് അപ്പ് ദി അഫയേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കോൾഡ്. ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി നിയമിതനാകുന്ന അല്ലെങ്കിൽ നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ, അതായത് ലിക്വിഡേറ്റർ. ലിക്വിഡേഷൻ മീൻസ് വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ രജിസ്ട്രാർ 71 ലിക്വിഡേഷൻ. 71 പ്രകാരം ലിക്വിഡേഷനോട് വിളിച്ചാൽ 72 പ്രകാരം ലിക്വിഡേറ്ററെ നിയമിക്കണം. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും ആരാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലിക്വിഡേറ്റർ നിയമിക്കുന്ന ഏത് സെക്ഷനാണെന്ന് ചോദിച്ചാൽ ആസ് പെർ സെക്ഷൻ 72. 70 അവാർഡ്, 71 ലിക്വിഡേഷൻ, 72 ലിക്വിഡേറ്റർ. അതിനടുത്ത് 32ാമത്തെ ചോദ്യം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് അർബൻ ബാങ്ക്. പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ചീഫ് എക്സിക്യൂട്ടീവ് അർബൻ ബാങ്ക് ഈസ് ഡാഷ്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് മീൻസ് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. മലയാളത്തിൽ പറഞ്ഞാൽ മുഖ്യ കാര്യ ഉദ്യോഗസ്ഥൻ. അത് സെക്രട്ടറി ആകാം, GM ആകാം, MD ആകാം. പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ സെക്രട്ടറി, അർബൻ ബാങ്ക് ആണെങ്കിൽ GM. ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്നപ്പോൾ ജില്ലാ ബാങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലാ ബാങ്ക് ഉണ്ട്. ജില്ലാ ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് GM, ജനറൽ മാനേജർ. അപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് MD, മാനേജിംഗ് ഡയറക്ടർ. അതുപോലെ FSCBയുടെ ചീഫ് എക്സിക്യൂട്ടീവും MD ആണ്. അപ്പോൾ 2 MD ഉണ്ട്, 2 GM ഉണ്ട്. പ്രൈമറിയുടെ എല്ലാം സെക്രട്ടറിയാണ്. അടുത്ത് 33ാമത്തെ ചോദ്യം. ഇൻ വിച്ച് റൂൾ ദ ക്വാളിഫിക്കേഷൻ ഫോർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദി സ്റ്റാഫ് ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ സംഘത്തിൽ നിയമിതനാകാൻ ആ പോസ്റ്റ്, ഓരോ പോസ്റ്റുണ്ട്. പിന്നെ സബ് സ്റ്റാഫിൻ്റെ പോസ്റ്റുണ്ട്, ക്ലറിക്കൽ പോസ്റ്റുണ്ട്, സൂപ്പർവൈസറി പോസ്റ്റുണ്ട്. ഇപ്പോൾ സെക്രട്ടറി, മാനേജർക്ക് സൂപ്പർവൈസറി പോസ്റ്റാണ്. ഇപ്പോൾ ജൂനിയർ ക്ലർക്ക്, അക്കൗണ്ടൻ്റ്, പിന്നെ സീനിയർ ക്ലർക്കും ഒക്കെ ക്ലറിക്കൽ പോസ്റ്റാണ്. ഇപ്പോൾ അറ്റൻഡർ, പ്യൂണൊക്കെ സബ് സ്റ്റാഫാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സഹകരണ നിയമപ്രകാരം. അത് പറഞ്ഞിട്ടുള്ളത് സെക്ഷനിലല്ല, റൂളിലാണ്. റൂള് 186. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ റൂള് 182 മുതൽ 201 വരെ നമ്മുടെ ജീവനക്കാരുമായി, എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി അല്ലെങ്കിൽ സഹകരണ സംഘത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 80 മുതൽ 182 മുതൽ പറയുന്നത്. അപ്പോൾ 186 ക്വാളിഫിക്കേഷൻ. അപ്പോൾ 182 എന്താണെന്ന് നോക്കണം. അത് അടുപ്പിച്ചതിൽ അത് 182, 183, 184, 185, 86 നോക്കണം. 182 എന്ന് പറയുന്നത് ഈ സെക്ഷൻ 80 സബ്സെക്ഷന് 1 പ്രകാരം സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ്. ഇനി 182A ഉണ്ട്, അതായത് എക്സാമിനേഷൻ ബോർഡ്. ഇപ്പോൾ നമ്മൾ പരീക്ഷ നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് നടത്തുന്ന എക്സാമിനേഷൻ ബോർഡ് അതിൻ്റെ അധികാരങ്ങളാണ്. 183 ഏജ് ലിമിറ്റാണ്. 184 പ്രൊബേഷനാണ്. 185 പ്രൊമോഷനാണ്. 186 ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇതിനടുത്ത ചോദ്യം 34. ആൻ എലക്ഷൻ ഡിസ്പ്യൂട്ട് ഷാൽ ബി ഫയൽഡ് ബിഫോർ ഡാഷ്. ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടായി. അപ്പോൾ നമ്മൾ ഡിസ്പ്യൂട്ട് പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 69. ആ ഡിസ്പ്യൂട്ട് 2 തരത്തിലാകാം, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ആണ്. മോണിറ്ററി ആണെങ്കിൽ ബിഫോർ ദ രജിസ്ട്രാറും, നോൺ മോണിറ്ററി ആണെങ്കിൽ ആർബിട്രേഷൻ കോർട്ടും. ഒരു സഹകരണ സംഘത്തിൽ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനെ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മെമ്പർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ആക്ഷയമുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്യൂട്ട് ഉണ്ടായി ബിറ്റ്വീൻ. ഡിസ്പ്യൂട്ട് പലരാകാം. ഡിസ്പ്യൂട്ട് ഫ്രം ദി സൊസൈറ്റി ആൻഡ് ദ മെമ്പർ, ബിറ്റ്വീൻ മെമ്പർ, സൊസൈറ്റി ആൻഡ് ദി എംപ്ലോയി, അങ്ങനെ ആരുമായിട്ടും ഡിസ്പ്യൂട്ട് ഉണ്ടാകാം. അപ്പോൾ ഇലക്ഷനുമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അതിനകത്ത് ആർക്കെങ്കിലും ആശയമുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? അതായത് തർക്കത്തിന് വേണ്ടിയിട്ട് സമീപിക്കേണ്ടത് ഇത് നോൺ മോണിറ്ററി ആണ്, ആർബിട്രേഷൻ കോർട്ടിനെയാണ്. ചിലപ്പോൾ ചോദിക്കുക എന്ന് സമീപിക്കണം. ഒരു ഇലക്ഷൻ നടന്നാൽ എന്നാണ് ആർബിട്രേഷൻ കൂട്ടി കൊടുക്കേണ്ടത്? അത് പലപ്പോഴും ചോദിച്ച ചോദ്യമാണ്. വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷൻ കഴിഞ്ഞ തീയതിക്ക് 1 മാസത്തിനുള്ളിൽ ആർബിട്രേഷൻ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യണം. അടുത്ത 35ാമത്തെ ചോദ്യം. കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ. ഓംബുഡ്സ്മാൻ ഏത് പ്രകാരമാണ്? അപ്പോൾ നമ്മൾ കണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സഹകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സർവീസ് കിട്ടുന്നതിൽ നമുക്കൊരു ഡിഫിഷ്യൻസി ഉണ്ടായാൽ ഒരു അഗ്രീവ്ഡ് പാർട്ടിക്ക്, അല്ലെങ്കിൽ അതിനകത്ത് ഖേദമുള്ള അല്ലെങ്കിൽ വിഷമമുള്ള അഗ്രീവ്ഡ് പാർട്ടിക്ക് നമ്മൾ തർക്കമല്ല, നമുക്കുള്ള ഖേദം, നമ്മുടെ വിഷമം നമുക്ക് എവിടെ അവതരിപ്പിക്കാമെന്ന് ചോദിച്ചാൽ, എവിടെ കൊടുക്കാൻ ചോദിച്ചാൽ നമുക്ക് ഓംബുഡ്സ്മാനിൽ കൊടുക്കാം. ആ ഓംബുഡ്സ്മാൻ ഏത് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? 69 ഡിസ്പ്യൂട്ടാണ്. 69A. ഉത്തരം 69A ആണ്. അപ്പോൾ സെക്ഷൻ 69 ഡിസ്പ്യൂട്ട് തീരുമാനിക്കുക. അപ്പം ഡിസ്പ്യൂട്ട് ഈസ് ടു ബി ഡിസൈഡഡ് ബൈ ആർബിട്രേറ്റർ ഓർ ആർബിട്രേഷൻ കോർട്ട്. ആർബിട്രേറ്റർ മീൻസ് രജിസ്ട്രാറോ രജിസ്ട്രാർഡ് പ്രതിനിധിയോ, മോണിറ്ററി
ആർബിട്രേഷൻ കോർട്ട്, നോൺ മോണിറ്ററി. ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു ഇലക്ഷന് പോകേണ്ടത് ആർബിട്രേഷൻ കോർട്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ 36ാമത്തെ ചോദ്യം. ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു മെമ്പർ റിലീഫ് ഫണ്ട്. ഇപ്പോൾ നമ്മൾ സെക്ഷൻ 56 പ്രകാരം ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രോഫിറ്റ് ഡിവിഷൻ ലാഭവിഭജനം നടത്തുമ്പം ചില മാറ്റങ്ങൾ വെക്കണമെന്ന് സെക്ഷൻ 56 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നതാണ് മെമ്പർ റിലീഫ് ഫണ്ട്. അത് കഴിഞ്ഞ മുമ്പത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അത് സെക്ഷൻ 56 സബ്സെക്ഷൻ 1 ക്ലോസ് എ ബി സിയിലാണ് 10%, 10% മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് മാറണം. അത് വന്നത് നമ്മൾ 2013 അമെൻഡ്മെൻറ്റിലാണ് ഇത് മെമ്പർ റിലീഫ് ഫണ്ട് 10% മാറ്റണം എന്നുള്ള പുതിയ നമ്മൾ ലേറ്റസ്റ്റ് അമെൻഡ്മെൻറ്റ് നടന്ന് 2013 ഇത് ക്ലോസ് ചേർത്തിട്ടുള്ളത്. അടുത്തത് 37ാമത്തെ ചോദ്യം. വേർ ദെയർ ഈസ് ഈക്വാലിറ്റി ഓൺ വോട്ട്സ് ഹൂ ഷാൽ എക്സർസൈസ് എ സെക്കൻഡ് വോട്ട് ഓർ, അതിന് പറഞ്ഞ മറ്റൊരു പേരാണ് സെക്കൻഡ് വോട്ട് ഓർ കാസ്റ്റിംഗ് വോട്ട്സ്. അതേതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്യൂ വന്ന് വോട്ടിങ്ങിനിടുമ്പോൾ ആ വോട്ടിങ്ങിൽ തുല്യ വോട്ട് വന്നാൽ ആ തുല്യ വോട്ടിൽ വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യുന്ന സെക്കൻഡ് വോട്ടിനാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുക. ആ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഇപ്പം എല്ലാവരും പറയും പ്രസിഡന്റ് എന്ന് പറയും. പ്രസിഡന്റ് അല്ല, അത് ചെയ്യാനുള്ളത് വൺ ഹൂ പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ആരാണോ പ്രിസൈഡ് ചെയ്യുന്നത്, അത് സാധാരണ പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കും. ഇനി പ്രസിഡന്റ് ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർ ആയിരിക്കും. ആരാണോ ഒരു മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്, ആ മീറ്റിങ്ങിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനകത്ത് തുല്യമായി വോട്ട് വന്നാൽ ആ വീണ്ടും ഒരു സെക്കൻഡ് വോട്ട്, ആ സെക്കൻഡ് വോട്ടിനാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുക. അത് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ അത് ഏത് സെക്ഷനാണ് ചോദിച്ചാൽ സെക്ഷൻ 20 20 എ ബി സി ഡി ഇ ഉണ്ട്. ഇപ്പം എയിൽ പറയുന്ന ഒരു മെമ്പർക്ക് ഒരു വോട്ടുണ്ട്, അതിൽ എ ബി സി ഡി ഇ ഉണ്ട്. അപ്പോൾ ഇയിലാണ് പറയുന്നത് കാസ്റ്റിംഗ് വോട്ട്. അപ്പോൾ അത് ചോദിക്കാം, കാസ്റ്റിംഗ് വോട്ട് എവിടെയാണ് പറയുന്നത്? 20 പറയില്ല, 20 ഇയിലാണ്, ക്ലോസ് ഇയിലാണ് കാസ്റ്റിംഗ് വോട്ടിനെ പറ്റി പറയുന്നത്. അപ്പോൾ അതേപോലെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എലക്ഷൻ്റെ സമയത്ത് തുല്യ വോട്ട് വന്നാൽ, കാസ്റ്റിംഗ് വോട്ടല്ല, എലക്ഷൻ്റെ സമയത്ത് ഒരു 2 കാൻഡിഡേറ്റ്സിന് ഒരേ വോട്ട് വന്നാൽ അവിടെയാണ് നിശ്ചയിക്കുന്നത് ലോട്ടിലൂടെയാണ്, അത് നറുക്കെടുപ്പിലൂടെയാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും നറുക്കെടുപ്പ് നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ കാസ്റ്റിംഗ് വോട്ട് ചെയ്യുന്ന പ്രസിഡൻ്റാന്ന് പറഞ്ഞു, പ്രസിഡൻ്റാണ് അധ്യക്ഷ വഹിക്കുന്നത്. പക്ഷേ എലക്ഷനിൽ കാസ്റ്റിംഗ് വോട്ട് നടത്തുന്നത്, കാസ്റ്റിംഗ് വോട്ടല്ല, ലോട്ട് നടത്തുന്നത് റിട്ടേണിംഗ് ഓഫീസറാണ്. നമ്മൾ കണ്ടു എക്സാമിനേഷൻ ബോർഡ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാണ്, കണ്ടക്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് റിട്ടേണിംഗ് ഓഫീസർ. ആ റിട്ടേണിംഗ് ഓഫീസറാണ് നറുക്കെടുപ്പിലൂടെ ലോട്ടിലൂടെ വിജയെ തിരഞ്ഞെടുക്കുക. അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യം. എവരി മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ എക്സർസൈസ് ഹിസ് വോട്ട് ഇൻ ഡാഷ്. ഒരു സഹകരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 man 1 vote. ഒരു മെമ്പർക്ക് ഒരു വോട്ടാണ്, ഷെയറിൻ്റെ എണ്ണത്തിലല്ല. ആ വോട്ട് എങ്ങനെ വിനിയോഗിക്കണം? അതായത് പ്രോക്സി വോട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം കോപ്പറേറ്റീവ് വോട്ടിങ്ങിൽ പ്രോക്സി വോട്ടില്ല. അത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ഒരു ഏജൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. എങ്ങനെ വോട്ട് ചെയ്യണം? അതായത് വോട്ട് ഇൻ പേഴ്സൺ, നേരിട്ട് വന്ന് വോട്ട് ചെയ്യണം. ഇനി ചിലർക്ക് അത് എവിടെയാണ് സൂചിപ്പിച്ചുള്ളതെന്ന് ചോദിച്ചാൽ ഏത് സെക്ഷൻ പ്രകാരം? അണ്ടർ സെക്ഷൻ 21 സബ്സെക്ഷൻ 1 പ്രകാരമാണ്. 21ലാണ് മാനർ ഓഫ് എക്സർസൈസിങ് വോട്ടിനെ പറ്റി പറയുന്നത്. അടുത്ത 39ാമത്തെ ചോദ്യം. BR ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ ഇയർ ഡാഷ്. അതായത് സഹകരണ സംഘം, ഇപ്പം നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പല സഹകരണ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. ഇപ്പം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ബാധകമാണ്. ജില്ലാ ബാങ്ക് ഇപ്പം മാർഗവിറ്റ് ചെയ്തു, അർബൻ ബാങ്കിന് ബാധകമാണ്. അതുപോലെ ഏകദേശം കേരളത്തിൽ വർദ്ധിക്കുന്ന 6ഓളം എംപ്ലോയീസ് സൊസൈറ്റീസിന് BR ആക്ട് ആക്കുകയാണ്. അപ്പം എല്ലാത്തിനും ബാധകമല്ല, അതുപോലെ BR ആക്ട് എല്ലാ സെക്ഷനും ബാധകമല്ല. 7, 9, 11, 12, 16, 17 അങ്ങനെ ചില സെക്ഷൻസ് മാത്രമാണ്. അത് ഏത് മുതലാണ് സഹകരണ സംഘങ്ങൾ ബാധകമാക്കിയത്? ഇൻ ദ ഇയർ 1966, 1966 മുതലാണ്. അടുത്ത ചോദ്യം. ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി കോസ് ടു ഓഡിറ്റ് ദി അക്കൗണ്ട്സ് ഓഫ് എവരി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവരി ഇയർ. അതും ഒരു പുതിയൊരു കൂട്ടിച്ചേർക്കൽ 2013 അമെൻഡ്മെൻറ്റ് വന്നതാണ്. ഒരു സഹകരണ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ആ സംഘത്തിൻ്റെ കണക്കുകൾ, ഒരു വർഷത്തെ കണക്കുകൾ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ, ഒരു പ്രാവശ്യമെങ്കിലും കണക്കുകൾ
ഓഡിറ്റ് ചെയ്യണം. പരിശോധിക്കൽ ഓഡിറ്റിന് വിധേയമാക്കുക. അഥവാ മാനേജിങ് കമ്മിറ്റി അംഗങ്ങളുടെ ഡ്യൂട്ടിയാണത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ദേ സീസ് ടു ബി, അല്ലെങ്കിൽ അവർ ആ കമ്മിറ്റി മെമ്പറായിട്ട് തുടരാൻ വേണ്ടി അവരുടെ ഡിസ്ക്വാളിഫൈഡ് ആവും. അത് ഏത് പ്രകാരമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ 63 സബ്സെക്ഷൻ 4. അങ്ങനെ ചെയ്തില്ല അവരെ ഫെയിലർ ഇൻ വിച്ച് അവർ കമ്മിറ്റി മെമ്പറെ തുടരാൻ വേണ്ടി ഡിസ്ക്വാളിഫൈഡ് ആവും. അടുത്ത ചോദ്യം, 41ാമത്തെ ചോദ്യം. ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ഷാൽ ഹാവ് ദി പവർ to write off the agricultural or non-agricultural debts or borrowers of the society. അതായത് ഒരു സഹകരണ സംഘത്തിലെ വായ്പക്കാരെടുത്ത അഗ്രികൾച്ചറോ കാർഷികേതര വായ്പകൾ റൈറ്റ് ഓഫ് ചെയ്യുക, എഴുതി തള്ളാനുള്ള അധികാരം ഗവൺമെൻറ്റിൽ വെസ്റ്റഡാണ്. രജിസ്ട്രാർക്കോ ഗവൺമെൻറ് എഴുതി തള്ളാം. അത് ഏത് പ്രകാരമാണ്, നമ്മുടെ നിയമത്തിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ്? അതായത് അണ്ടർ സെക്ഷൻ 74 എന്ന് പറഞ്ഞാൽ ശരിയല്ല, 74 സബ് ക്ലോസ് എഫ് ആണ്. 74 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 74 ക്യാൻസലേഷൻ റേഷ്യോ സർട്ടിഫിക്കറ്റ് ആണ്. 74A നമ്മൾ ആദ്യമേ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അതായത് 74B ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ് ആണ്. 74C ഇൻസ്പെക്ഷൻ ഇൻ സർട്ടൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 74D ഡ്യൂട്ടി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയെ പറ്റിയാണ് പറയുന്നത്. അതായത് കൺഫർമേഷൻ, ഒരു സംഘത്തിന് വേറൊരു സംഘത്തിലെ അക്കൗണ്ട്സിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൺഫർമേഷൻ ലെറ്റർ കൊടുക്കുക. 74E എന്ന് പറയുന്നത് ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നതിനെ പറ്റിയാണ്. ദ മാനർ ഓഫ് എക്സ്പെക്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ് എങ്ങനെ സ്വീകരിക്കാം. 74F ഇതാണ് റൈറ്റ് ഓഫ് ലോൺസ്. ഇതാണ് നമ്മൾ കണ്ട് 74F പ്രകാരമാണ് റൈറ്റ് ഓഫ് ചെയ്യുക. അതുപോലെ 74G ഉണ്ട്. 74 സബ്സെക്ഷൻ G ആണ് ലൈബ്രറി ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് ഓരോ സഹകരണ സംഘവും ഒരു ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് അത് കുറച്ച് നാളായിട്ട് വന്നിട്ടുള്ളൂ. അതിനകത്ത് ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ടത്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് 74G ബാധകമല്ല. അവർ ലൈബ്രറി രൂപീകരിക്കേണ്ട ആവശ്യമില്ല. അതിനടുത്ത് 42ാമത്തെ ചോദ്യം. ഗവൺമെൻറ് പവർ ടു മേക്ക് KCS റൂൾസ് ആർ മെൻഷൻഡ് ഇൻ ദി സെക്ഷൻ ഡാഷ്. ഗവൺമെൻറ് നമ്മൾ കണ്ടു 69 15/5 നിയമം വന്നത്. എന്നാൽ പിന്നീട് 14/7/69 റൂള് വരുന്നത്. ഈ റൂള് നമ്മൾ കണ്ടു ലെജിസ്ലേറ്റിലാണ് നിയമം പാസ്സാക്കുന്നത്. റൂള് പാസ്സാക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പം ഗവൺമെൻറ്റിന് റൂള് പാസ്സാക്കാം ഏതെങ്കിലും. അപ്പോൾ എല്ലാ സെക്ഷനും നമ്മൾ റൂളില്ല. ഒരാവശ്യം ഇപ്പം സെക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂള്. അപ്പോൾ റൂള് പാസ്സാക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ആ അധികാരത്തെപ്പറ്റി പറയുന്നത് സെക്ഷനിൽ, നമ്മുടെ നിയമത്തിൽ എത്രാമത്തെ സെക്ഷനിലാണ് പറയുന്നത്. അതാണ് സെക്ഷൻ. നമുക്ക് മൊത്തം 110 സെക്ഷൻ ഉണ്ട്. 110ാമത്തെ സെക്ഷൻ ഷോർട്ട് ഡ്രൈലിലാണ്. 110ാമത്തെ റിപ്പീലാണ്. 109 അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. 109ാമത്തെ സെക്ഷനിലാണ് ഗവൺമെൻറ്റിൻ്റെ പവർ ടു മേക്ക് റൂൾസിനെ പറ്റി പറയുന്നത്. അടുത്ത 43ാമത്തെ ചോദ്യം. മിനിമം സ്ട്രെങ്ത് ഓഫ് മാനേജിങ് കമ്മിറ്റി ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു പ്രാഥമിക സഹകരണ സംഘത്തിൻ്റെ മിനിമം നമ്പർ എത്രയായിരിക്കണം? ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, മാക്സിമത്തെ പറ്റി പറഞ്ഞു. മിനിമം നമ്പർ എത്രയായിരിക്കണം ഒരു പ്രൈമറി സംഘത്തിലെ? മിനിമം 7 ആണ്. അപ്പോൾ അത് പറയുന്നത് മിനിമം 7 ആകാം, 7, 9, 11, 13, 15, മാക്സിമം 15. മിനിമം 7 കുറയാൻ വേണ്ടി പാടില്ല. അതാണ് പറയുന്നത്. മാക്സിമം നമ്പർ ഇൻ ദ കേസ് ഓഫ് എ പ്രൈമറി സൊസൈറ്റി ഈസ് 15 ആൻഡ് 21 ഇൻ ദ കേസ് ഓഫ് അതർ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 44ാമത്തെ ചോദ്യം. അതായത് ഇൻ വിച്ച് ഇയർ, ഏത് വർഷമാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സെലിബ്രേറ്റഡ് ഇറ്റ്സ് 100 ഇയേഴ്സ് ജൂബിലി? 100ാം വർഷം ആഘോഷിച്ചു. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം 100ാം വർഷം ആഘോഷിച്ചത് ഏത് വർഷമാണ്? ഏത് വർഷം നമുക്കറിയാം. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്, ഇത് ഫസ്റ്റ് കോപ്പറേറ്റീവ് രജിസ്ട്രേഷൻ നടന്നത് 1904 അപ്പോൾ 100 വർഷം 2004, 2004. അടുത്തത് 45ാമത്തെ ചോദ്യം. ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എൻറ്റേഡ് ഇൻ ടു എ റെവല്യൂഷണറി ഫേസ് PHAC ഘട്ടം? അപ്പോൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനമല്ല, സഹകരണ നിയമം എൻറ്റേഡ് ഇന്ത്യയെ
റവല്യൂഷണറി ഫേസ്. ഒരു വിപ്ലവാത്മകമായൊരു ഘട്ടത്തിലേക്ക് ഇന്ത്യയിലെ സഹകരണ നിയമം കടന്നു. അതേത് റിഫോംസിലൂടെയാണ്? അതായത് ഓപ്ഷൻ ചിലപ്പം തരും 4, 12, 19, 25, 32 തരും. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 1919 ഉത്തരം 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ആ റിഫോംസിലൂടെ എന്ത് ചെയ്തു? ഓരോ പ്രൊവിൻസിനും അവരുടേതായിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നിയമം സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. 19 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് റിഫോംസിലൂടെ അത് ഓരോ പ്രൊവിൻസിൻ്റെ സബ്ജക്റ്റായി. അങ്ങനെ 1919 നിയമവ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നിയമത്തിന് ഒരു വിപ്ലവാത്മകമായ ഘട്ടത്തിലേക്ക് കടന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1919. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം. നെയിം ദി ഫസ്റ്റ് ഇന്ത്യൻ പ്രൊവിൻസ് എനാക്റ്റഡ് ഇറ്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇതിന് തുടർച്ചയാണ്. 19 പ്രൊവിൻസിന് പവർ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് പ്രൊവിൻസാണ് ആദ്യമായിട്ട് അവരുടേതായ ഒരു കോഓപ്പറേറ്റീവ് ലോ ഫ്രെയിം ചെയ്തത്? അതായത് ബോംബെ പ്രൊവിൻസാണ്. അപ്പം ചോദിക്കുക ഏത് വർഷമെന്ന് ചോദിച്ചാൽ 19 റിഫോംസ് വന്നെങ്കിലും 1925 ഫസ്റ്റിൽ ബോംബെ പ്രൊവിൻസാണ്, ഫോളോഡ് ബൈ 1932 മദ്രാസ്. അങ്ങനെ ഓരോ പ്രൊവിൻസും അവരുടേതായ നിയമങ്ങൾ പാസ്സാക്കി. അടുത്തത് 47ാമത്തെ ചോദ്യം. ദി ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലോ കമ്മീഷൻ ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ കണ്ടു. 1892 ഫെഡറിക് നിക്കോൾസനെ അധ്യക്ഷനായിക്കൊണ്ട് മദ്രാസ് ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയാണ് നമ്മൾ കണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇറ്റലി, ജർമ്മനി, ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിച്ചിട്ട് അവരുടെ റിപ്പോർട്ട് 1995 സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1994 ഫസ്റ്റ് നിയമം വന്നത്. ആ പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. കൺസിസ്റ്റ് ഓഫ് 3 members. ചിലപ്പോൾ അതിനകത്ത് ആരാന്ന് ചോദിക്കാം. ഫെഡറിക് നിക്കോൾസൺ, എഡ്വേർഡ് ലോ, ഡുപ്പർനിക്സ്, ഈ 3 പേരായിരുന്നല്ലേ അംഗങ്ങൾ. അടുത്തത് 48ാമത്തെ ചോദ്യം. ദ മൾട്ടി യൂണിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942. അപ്പോൾ നമ്മൾ കണ്ടു 25 ബോംബെ പ്രൊവിൻസ് ഒരു നിയമം കൊണ്ടുവന്നു, 32 മദ്രാസ് കൊണ്ടുവന്നു. പിന്നീട് സെൻട്രൽ ഗവൺമെൻറ് ഒരു സെൻട്രൽ ആക്ടായിട്ട് 1942 കൊണ്ടുവന്ന നിയമമാണ് മൾട്ടി യൂണിറ്റ് കോഓപ്പറേറ്റീവ് ആക്ട്. in order to regulate the functions of the cooperative society whose area of operation extended to more than one province. ഇന്ന് സ്റ്റേറ്റ് ആണ്. ഒരു സഹകരണസംഘത്തിൻ്റെ പ്രവർത്തന പരിധി ഒന്നിൽ കൂടുതൽ പ്രൊവിൻസിലേക്ക് വ്യാപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രൊവിൻസിനും അവിടെ നിയമമാണ്. ഒന്നിൽ ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ കാംകോ എന്ന് പറയുന്നത് ഇപ്പം 2 സ്റ്റേറ്റ് ആണ്. കേരള സ്റ്റേറ്റും കർണാടക സ്റ്റേറ്റും പ്രവർത്തന പരിധിയാണ്. അപ്പോൾ കേരളത്തിലെ ആക്റ്റും പറ്റിയല്ല, കർണാടകത്തിലെ ആക്റ്റും പറ്റിയല്ല. അപ്പോൾ അതിന് കോമൺ ആയിട്ട് ദർ അറേസ്റ്റ് നീഡ് ഓഫ് എ കോമൺ ലോ. അതേപോലെ 1942 ഗവൺമെൻറ് സെൻട്രൽ ആക്ട് എന്നാണ് പറയുക. സെൻട്രൽ ആക്ട് കൊണ്ടുവന്നതാണ് മൾട്ടി യൂണിറ്റ് ആക്ട് 1942. അതിൻ്റെ ചോദ്യം അതല്ല. മൾട്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 വാസ് റീനെയിംഡ്. അതിൻ്റെ പേര് മാറ്റി. അതാണ് മൾട്ടി സ്റ്റേറ്റ് ആയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1984. ഇപ്പോൾ 1984 എന്നല്ല അറിയപ്പെടുന്നത്. അത് വീണ്ടും അമെൻഡ് ചെയ്തു 2002. എഗെയിൻ അമെൻഡ്മെൻറ്റ് 2010. പക്ഷേ 2010 അമെൻഡ്മെൻറ്റിന് ഗവൺമെൻറ് അതിന് അപ്രൂവൽ കൊടുത്തിട്ടില്ല. അത് അന്നത്തെ 2011 ഇത് 2010 അന്നത്തെ കേന്ദ്ര മിനിസ്റ്റർ ആയിരുന്ന ശരത് പവാറാണ് അത് കൊണ്ടുവന്നത്. പക്ഷേ അത് സെൻട്രൽ ഗവൺമെൻറ് പെൻഡിങ്ങിലാണ്. ഇപ്പോൾ 2002 42 പോയി അമെൻഡ് ചെയ്ത് 84. പിന്നെ 2002 ഇപ്പം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലനിൽക്കുന്നത്. അടുത്ത 49ാമത്തെ ചോദ്യം. ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ദി ഇയർ. ഇപ്പം നമ്മൾ കണ്ടു ഇപ്പം KCS ആക്ട് ഉണ്ട്. അപ്പോൾ KCS ആക്ട് വരുന്നതിന് മുമ്പേ നമ്മൾ ഈസ്റ്റ് വെയിൽ കേരള അല്ലെങ്കിൽ ഫോർമർ കേരള നമ്മളറിയാം 3 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആയിരുന്നു. ട്രാവൻകൂർ, കൊച്ചി, മലബാറിൽ മലബാർ അണ്ടർ ദി പ്രൊവിൻസ് മദ്രാസ് പ്രൊവിൻസിൻ്റെ കീഴിലായിരുന്നു. കൊച്ചി രാജ്യം, തിരുവിതാംകൂർ രാജ്യം. അപ്പോൾ ഒരു നിയമം ഉണ്ടായിരുന്നു. ആദ്യം 1913 കൊച്ചി ആക്ട് വന്നു. അടുത്ത വർഷം 1914 ട്രാവൻകൂർ ആക്ട് വരുന്നത്. ഉത്തരം 1914. അടുത്തത് 50ാമത്തെ ചോദ്യം. ഹു ഹാസ് ദ പവർ ടു ഇഷ്യൂ ദി ഓർഡർ ഓഫ് എ ക്യാൻസലേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? അതായത് ഒരു സഹകരണ സംഘത്തിൻ്റെ നമ്മളുണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ആർക്കാണോ അയക്ക് തന്നെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും. അത് വെസ്റ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് RCS രജിസ്ട്രാർ. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ദിവസം തുടർന്ന് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരും. നന്ദി, നമസ്കാരം.